നമസ്കാരം. തമിഴ്നാട്ടിലെ 234 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിജയുടെ തമിഴക വെട്രി കഴകം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രവചിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയുമായി ചർച്ചകൾ നടത്താനുള്ള സാധ്യതകൾ AIADMK നേടുന്നതായി റിപ്പോർട്ടുകൾ. TVK നേടുന്ന സീറ്റുകളുടെ എണ്ണം അനുസരിച്ച് വിജയ് കിങ് മേക്കർ ആകുമോ കിങ് ആകുമോ എന്ന് അറിയേണ്ടതുണ്ട്. ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രവചന പ്രകാരം വിജയുടെ പാർട്ടി 98 മുതൽ 120 വരെ സീറ്റുകൾ നേടുമെന്നാണ് സൂചന. ഇത് ഭരണകക്ഷിയായ DMK സഖ്യത്തിനൊപ്പമുള്ള 92 മുതൽ 110 സീറ്റുകൾ മുന്നേറ്റമാണ് കാണിക്കുന്നത്. അതേസമയം BJP നേതൃത്വം നൽകുന്ന NDA 22 മുതൽ 32 സീറ്റുകൾ വരെ നേടിയേക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സർവേ പ്രകാരം തമിഴക വെട്രി കഴകം ഭരണകക്ഷിയായ DMK സഖ്യത്തിനൊപ്പം ഏകദേശം 35% വോട്ട് വിഹിതം നേടാൻ സാധ്യതയുണ്ട്. അതേസമയം AIADMK നേതൃത്വം നൽകുന്ന സഖ്യത്തിന് ഏകദേശം 23% വോട്ടാണ് പ്രവചിക്കപ്പെടുന്നത്. 37% പേരുടെ പിന്തുണയോടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നേതാവായി വിജയ് മാറിയെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനേക്കാൾ നേരിയ മുൻതൂക്കം വിജയ്ക്കുണ്ട്. അത് 35%. യുവാക്കൾക്കിടയിൽ TVKയ്ക്കുള്ള ശക്തമായ പിന്തുണയും കണക്കുകൾ വ്യക്തമാണ്. 18 മുതൽ 19 വയസ്സ് വരെയുള്ള കന്നി വോട്ടർമാരിൽ 68%, 20 മുതൽ 29 വയസ്സ് വരെയുള്ളവരിൽ 59%, 30 മുതൽ 39 വയസ്സ് വരെയുള്ളവരിൽ 45% വിജയുടെ പാർട്ടിയെ പിന്തുണയ്ക്കുന്നതായി സർവേ വിലയിരുത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾ, തൊഴിൽരഹിതരായ യുവാക്കൾ, നഗരവാസികൾ എന്നിവർക്കിടയിൽ TVK വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ OBC, പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിലും ന്യൂനപക്ഷ വോട്ടർമാർക്കിടയിലും പാർട്ടി കടന്നുകയറ്റം നടത്തിയതായും റിപ്പോർട്ട് പറയുന്നു. നഗര ഗ്രാമ മേഖലകളിൽ ഒരേപോലെ സ്വാധീനമുറപ്പിക്കാൻ പാർട്ടിക്ക് സാധിച്ചെന്നും സർവേ വ്യക്തമാക്കുന്നു. ഭരണമാറ്റത്തിനായുള്ള ആഗ്രഹം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ഘടകമാണെന്നും ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോളും വ്യക്തമാക്കുന്നുണ്ട്. ഏകദേശം 35% വോട്ടർമാർ ഭരണമാറ്റമാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ TVK അനുയായികൾക്കിടയിൽ ഇത് 77% ഉയർന്നു. മറ്റ് എക്സിറ്റ് പോളുകൾ TVK തള്ളിക്കളയുന്ന സാഹചര്യമുണ്ട്. തമിഴകത്തെ വിജയ് മുഖ്യമന്ത്രിയാകുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുമ്പോഴും മറ്റു പ്രമുഖ ഏജൻസികളെല്ലാം TVK എഴുതിത്തള്ളുന്ന കാഴ്ചയാണ് കാണുന്നത്. മറ്റ് ഏജൻസികളുടെ പ്രവചനങ്ങൾ ഇങ്ങനെയാണ്. മാട്രിക്സ് നടത്തിയ പ്രവചനത്തിൽ വിജയുടെ പാർട്ടിക്ക് കേവലം 10 മുതൽ 12 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസ് നടത്തിയ സർവേയിൽ TVKയ്ക്ക് പരമാവധി 18 മുതൽ 24 വരെ സീറ്റുകളാണ് നൽകുന്നത്. PMarkൽ 16 മുതൽ 26 വരെ സീറ്റുകൾ നേടി വിജയ് 3ാം സ്ഥാനത്തേക്ക് ഒതുങ്ങുമെന്നും വിലയിരുത്തലുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ മാത്രം വിജയ്ക്ക് 100-ന് മുകളിൽ സീറ്റുകൾ നൽകുമ്പോൾ മറ്റ് ഏജൻസികളെല്ലാം വലിയ മുന്നേറ്റമൊന്നും പ്രവചിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മെയ് 4-ന് പെട്ടി പൊട്ടുമ്പോൾ ആരുടെ പ്രവചനമാകും ശരിയാവുക എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന വോട്ടർമാർക്കിടയിൽ നടത്തുന്ന സർവേകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എക്സിറ്റ് പോളുകൾ. വോട്ടർമാരുടെ മനോഭാവം പ്രവചിക്കുക എന്നതാണ് എക്സിറ്റ് പോളുകൾ ലക്ഷ്യമിടുന്നതെങ്കിലും ഈ പ്രവചനങ്ങൾ തെറ്റാനുള്ള സാധ്യതകൾ ധാരാളമായുണ്ട്.